ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ ലോളിപോപ്പാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഞാൻ ചിക്കൻ ലോളിപോപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി എല്ലാം മിക്സാക്കി വെക്കാം. അതിനായി ഒരു ബൗളിൽ 1 സ്പൂൺ കുരുമുളക് പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 3 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ വിനീഗറും 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്, 2 സ്പൂൺ മൈദയും 1 മുട്ടയും ഇട്ട് നമുക്കിത് മിക്സാക്കാം. ഈ മിക്സ് നമുക്ക് ചിക്കനിലിട്ട് നല്ലവണ്ണം പുരട്ടി കൊടുക്കാം. ഇപ്പം ചിക്കനിൽ നല്ലവണ്ണം പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 30 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിൽ ഇത് ഓരോന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിൽ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതിലേക്ക് 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും 1 സവാള അരിഞ്ഞതും ഇട്ട് നമുക്കൊന്ന് വാട്ടാം. ഇതിന് ലേശം ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഇട്ടാൽ മതി, സോസെല്ലാം ഉള്ളതുകൊണ്ട് ഉപ്പ് അധികമാവും. 1 സ്പൂൺ മുളക് പൊടിയും ചില്ലി ഫ്ലക്സും ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടാം. ഇതിലേക്ക് ഞാൻ ചില്ലി സോസാണ് എടുത്തത്, റെഡ് ചില്ലി സോസാണ്. 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് 1 സ്പൂൺ കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സാക്കിയതാണ്. അതും ഇതിൽ മിക്സാക്കി ഇത് കുറുക്കിയെടുക്കാം. ഇത് കുറുകിയിട്ടാകുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ഇനി ഞാൻ സ്പ്രിംഗ് ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഗാർണിഷിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.